അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ നേടാൻ സഹായിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ സംവിധാനം മാറണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ആനമങ്ങാട് ഗവൺമെന്റ് ആർക്ക് സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കരിയർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെറിറ്റ് അലോട്ട്മെന്റിന് ആദ്യ ഓപ്ഷനായി റോയൽ കോളേജ് സെലക്ട് ചെയ്യൂ. കോളേജ് കോഡ് RCE, അക്കിക്കാവ്, പെരുമ്പിലാവ്. അഡ്മിഷനായി ഇന്ന് തന്നെ ബന്ധപ്പെടൂ. ഓഗസ്റ്റ് 1 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കരിയർ ദിനാചരണം സംഘടിപ്പിക്കാറുണ്ട്. തങ്ങളുടെ കുട്ടികൾക്ക് പഠനത്തിൽ എങ്ങനെ മുന്നോട്ടു പോകണം, അഭിരുചികൾ മനസ്സിലാക്കി ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കണം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഉപദേശങ്ങളാണ് കരിയർ ഗൈഡൻസ് ക്ലാസുകളിൽ നൽകുന്നത്. സ്വപ്നതുല്യമായ പ്രൊഫഷനിൽ എത്തിച്ചേരുന്നതിനാണ് കരിയർ ഗൈഡൻസ് ക്ലാസ്. കുട്ടികൾ പല വിധത്തിലുള്ള വിജയകരമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്. കുട്ടികൾ പഠിച്ചത് എങ്ങനെ ഈ സംരംഭങ്ങളുമായി ബന്ധപ്പെടുത്തി മുന്നേറാൻ സാധിക്കും എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കുറെ കാര്യങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ എവിടെയും ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇതിനായി വിദ്യാഭ്യാസ സംവിധാനത്തിൽ തന്നെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. കരിയർ ഗൈഡൻസ് ക്ലാസ്സിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നതും ഇതാണ്. കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നതായിരിക്കണം കരിയർ ഗൈഡൻസ് ക്ലാസുകളും സ്കൂളുകളിലെ പഠനാന്തരീക്ഷവും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ തങ്ങളുടെ കുട്ടികൾ തിളക്കമാർന്ന വിജയം നേടുന്നുണ്ട്. ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും മന്ത്രി അഭിനന്ദിച്ചു. നിങ്ങൾ ഒരു കാര്യം പ്രൂവ് ചെയ്തു, നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നല്ല കാലിബർ ഉണ്ട്, നല്ല ശേഷിയുണ്ട്. അതൊന്നും ഇല്ലാതെ ഫുൾ A+ കിട്ടൂല. അങ്ങനെ ഫുൾ A+ കിട്ടിയ നിങ്ങൾ നല്ല ലക്ഷ്യബോധത്തോടു കൂടി, നല്ല ഫോക്കസ് ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കരിയർ ദിനാചരണത്തിൽ ഇതിന് പ്രസക്തിയുണ്ട്. നിങ്ങൾ എവിടെ എത്തിയാൽ നിങ്ങൾ കൂടുതൽ ശോഭിക്കും, എനിക്ക് ഏത് മേഖലയിലാണ് നന്നായി ശോഭിക്കാൻ കഴിയുക എന്ന് നിങ്ങളെപ്പോലെ തിരിച്ചറിയുന്ന ആൾ വേറെയില്ല നിങ്ങളുടെ കാര്യത്തിൽ. അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് തിരഞ്ഞെടുക്കുക. ആ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്കുള്ള യാത്രയാണ് ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ആരംഭിക്കുന്നത്. അതിൻ്റെ വഴികളിൽ നിങ്ങളിങ്ങനെ കൈ വഴി പിരിഞ്ഞു പോകും. SLC വരെ നിങ്ങളെല്ലാം പഠിക്കും, എല്ലാവരും എല്ലാ സബ്ജക്റ്റും പഠിക്കും. പിന്നെ നമ്മൾ ഹയർ സെക്കൻഡറിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായ ചില കൈവഴികളായി സയൻസിൻ്റെ മാർഗത്തിൽ, കൊമേഴ്സിൻ്റെ വഴിയിൽ, സയൻസിൽ തന്നെ വ്യത്യസ്തമായ മാത്സും ബയോളജിയും ഹ്യൂമാനിറ്റീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ വേർതിരിക്കും. പിന്നെ അവിടെ നിന്ന് പോയാൽ ഒന്നുകൂടി നിങ്ങൾ വേർതിരിക്കും. സയൻസിൽ തന്നെ വ്യത്യസ്ത സയൻസുകൾ. ഇന്നാണെങ്കിൽ ഒരുപാട് ന്യൂ ബ്രാഞ്ചസ് ഓഫ് സയൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച മേഖല തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ആ മേഖലയിൽ വിജയിക്കാൻ സാധിക്കും. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ ലക്ഷ്യബോധത്തോടെ മുന്നേറണമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ സ്കൂളുകളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിൽ ഏറെ സന്തോഷം നൽകുന്നു. വിദ്യാസമ്പന്നർ അല്ലാതിരുന്നിട്ടും വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന നമ്മുടെ പൂർവികന്മാർ കുറെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാക്കി. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് 3.9 കോടി ചെലവാക്കി ക്ലാസ് മുറികളും ഹാളും ഉൾപ്പെടുന്ന കെട്ടിടം നിർമ്മിച്ചത്. നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അഷ്റഫ് കൊയിലോത്താൻ കണ്ടിയിൽ കരിയർ ദിനാചരണ പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പാൾ ശിവകുമാർ, SMC ചെയർമാൻ CK സക്കീർ മാസ്റ്റർ, ഹെഡ് മിനിസ്റ്റേഴ്സ് PS ബിന്ദു, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കാട്ടിൽ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാജിദ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ, മലപ്പുറം.